നാല് ഭാഗത്തേക്കും അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടിട്ട് സഹാബത്തുകൾ മുഴുവൻ ചിതറിത്തെറിച്ചു പോകുമ്പോ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വദല്ല അർദു വസ്സമാവാതു വഇദത ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് ഓടി വരിക. ആകാശഭൂമികളേക്കാൾ വിശാലമായ ദുനിയാവിലേക്ക് നിങ്ങൾ ഓടി വരിക എന്നല്ലാഹുവിന്റെ റസൂലിന്റെ ആയത്ത് ഓതുമ്പോ ആ സമയത്താണ് ഉമയ്യ ഇബ്നു ഹമാമ റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്നത്. ആ ഈത്തപ്പഴത്തിന്റെ പകുതി തന്നെ അണ്ണാക്കിലേക്ക് ഇറങ്ങി പോകുമ്പോ ആ സമയത്താണ് നബിയോട് ചോദിച്ചത്, നബിയേ അജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു യാ റസൂലല്ലാഹ്, ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗ്ഗമോ നബിയേ? അതേ ഉമൈറേ, അതേ ഉമൈറേ, നീ കാണാത്ത സ്വർഗ്ഗത്തിന് ആകാശഭൂമികളേക്കാൾ വിശാലതയുണ്ട് ഉമൈറേ. എവിടെയാണ് കുതിര കുളമ്പടിയുടെ ധ്വജത്തിന്റെ ഏറ്റവും വലിയ കുളമ്പടി ശബ്ദം കേൾക്കുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത്. പള്ളിയുടെ മിഹ്റാബിലല്ല, ഇത്തിക്കാഫിൽ ഇരിക്കുമ്പോഴല്ല, ദിക്റിന്റെ മജ്‌ലിസിലല്ല, വാൽതരപ്പുകൾ അന്തരീക്ഷത്തിൽ ആഞ്ഞു വെട്ടുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത്. സേനാനായകൻ പറയുന്നു, സ്വർഗ്ഗത്തിന് ആകാശഭൂമികളുടെ വിശാലതയുണ്ട്. ഉണ്ടോ നബിയേ? ഉണ്ട് ഉമൈറേ. അത് മതി നബിയേ എന്ന് പറഞ്ഞിട്ട് തന്റെ വായിൽ കിടക്കുന്ന പകുതി നിന്ന കാരക്ക കയ്യിലെടുത്തിട്ട് ആ കാരക്ക വലിച്ചു വെളിയിലേക്ക് എറിഞ്ഞിട്ട് അരപ്പട്ടയിൽ കിടക്കുന്ന മൂർച്ചയുള്ള വാളെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമൈറേ എന്തിനാണ് ഈ പകുതി തപസ്സനെ എടുത്തു കളഞ്ഞത്? അതും കൂടി ചുണ്ടിട്ട് പോലെ ഉമൈറേ. വേണ്ട നബിയേ, വേണ്ട, വേണ്ട നബിയേ, വേണ്ട നബിയേ. ആ പകുതി ഈത്തപ്പഴം തിന്നുന്ന സമയം അതൊരു വലിയ ദൈർഘ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നബിയേ. ആ സമയം കൂടി ദുനിയാവിൽ നിങ്ങൾ ആഖിറത്തിലേക്ക് എനിക്ക് അത്രയും സമയം പിന്നേണ്ടി വരില്ലയാ റസൂലല്ലാഹ്. അതുകൊണ്ട് നബിയേ വായിൽ വെച്ച പകുതി ഈത്തപ്പഴം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ പ്രണയിച്ചവര് അവരാണ് മുത്തബഉ ശരീഅത ബി ഖുതാഹ വഅൽഖൗ മാ യലീഖു ബിഹി റഹീബാ ومدول لها سرقا وغربا وحال البحر وقتنكل هيبا. അള്ളാന്റെ ഭീരൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കുതിരകളുമായി കടലിലോട്ടെടുത്ത് ചാടി അള്ളാന്റെ ആഗ്രഹത്തെ പ്രണയിച്ച ആളുകൾ അവരാണ് ലോകത്തോട് പറഞ്ഞു കൊടുത്തത്, ഈ ദുനിയാ അകല്ലു മിനൽ കലീലി വാശിഖുഹാ അകല്ലു മിനൽ ദലീലി. ആഖിറത്തെ പ്രണയിച്ചവർ നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ, പകുതി ഈത്തപ്പഴം തിന്നു. മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾക്ക് മനസ്സിലാവൂല. കാരണം എന്താ? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ തന്നെ കുതിര വലിയ ജീവിയാണ്, പക്ഷെ ചെവി ചെറുതാണ്. കഴുത ചെറിയ ജീവിയാണ്, ചെവി വലുതാണ്, പക്ഷെ കഴുത മഹാമണ്ഡലമാണ്. കുതിര വലിയ ജീവിയാണ്, കുതിരയുടെ ചെവി ചെറുതാണ്. കഴുത കുതിരയെ അപേക്ഷിച്ച് ഇവിടുത്തെ കഴുത വലുതാണ്. കുതിരയെ അപേക്ഷിച്ചിട്ട് കഴുത ചെറുതാണ്, പക്ഷെ അതിന്റെ ചെവി ഇത്രയുണ്ട്. കുതിര ഏറ്റവും ബുദ്ധിമാനായ ജീവിയാണ്. കുതിര والعاديات ضبحا فالموريات قدحا فالمغيرات صبحا. തന്റെ യജമാനനെയും പുറത്തു വഹിച്ചുകൊണ്ട് വാതിൽ തലപ്പ് കൂട്ടിപ്പിടിക്കുന്ന യുദ്ധത്തിലേക്ക് പാഞ്ഞു പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം. ഈ ആയത്തിറങ്ങേണ്ട താമസം ഹബീബായ നബിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കഴുതയെ പിടിച്ചല്ല സത്യം ചെയ്യില്ല, ആനെ പിടിച്ച് സത്യം ചെയ്യില്ല, എന്താണ് നബിയെ കുതിരയെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം എന്താണ്? ഹബീബായ നബി പറഞ്ഞത്, ഖൈറു മഅഖൂദും ബിനവാസിഹിൽ ഖൈറു, കുതിരയുടെ നാസികയിൽ നന്മ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിര ബുദ്ധിയുള്ളതാണ്. ഈ ചെവിയിൽ ഒരു ചെറിയ സുഷിര ഉണ്ടെങ്കിലേ ബ്രെയിൻ വർക്ക് ചെയ്യും. കാരണം കാറ്റ് മെല്ലെ അകത്ത് കയറണം. കാറ്റ് അകത്ത് കയറിയാലേ ബുദ്ധി വർക്ക് ചെയ്യൂ.
കുതിര ഭയങ്കര ബുദ്ധിയുള്ള ജീവിയാണ്. അപ്പൊ അതിന്റെ ചെവി ചെറുതാണ്. കാട്ടിൽ അല്പം തട്ടിയാൽ മതി, കുതിരയ്ക്ക് ബ്രെയിൻ വർക്ക് ചെയ്യും. കഴുത വിവരമില്ല, ഇത്രയും വലിയ ചെവിയുണ്ട്, ഓൾ ഇത്രയും വലുതുമാണ്. ഒരു കൊടുങ്കാറ്റ് കയറിയാലും കഴുത വിട്ട് ചിന്തിക്കൂല. നമ്മൾ ഏതാണ്ട് അങ്ങനെയൊക്കെയാ. ഈ കാറ്റ് അടിച്ചു കയറിയാലും എന്താ അങ്ങനെ ആവൊരു സഹോദരങ്ങളെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർ നിഴലിനെ വേണ്ട എന്ന് വെച്ചത്. നിഴലിനെ വേണ്ട എന്ന് വെച്ച് അവർ പ്രണയിച്ചില്ല. ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു ജിബ്രാൾട്ടർ കടലിലേക്ക് കടന്ന് കപ്പലിൽ സഹാബത്തുമായി പോയി. നേരെ പോയി ദ്വീപിൽ കയറി. കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, കപ്പല് കരിച്ചു കളഞ്ഞേക്കുക, കപ്പല് കത്തിച്ചു കളഞ്ഞേക്കുക, നടുക്കടലിലാ നിൽക്കുക. കപ്പലെ നങ്കൂര വിട്ടു, ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു, കപ്പല് കത്തിച്ചു കളഞ്ഞേക്കുക. അപ്പൊ ആ സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, നടുക്കടലിൽ വന്നിട്ട് കപ്പല് കത്തിച്ചു കളയാനാ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോവുക? ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അത് ചില അസാമാന്യ വ്യക്തികൾക്ക് കഴിയൂ, അല്ലാത്ത ആളുകൾക്ക് കഴിയില്ല. എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല. അങ്ങനെയൊക്കെ മറുപടി പറയണമെങ്കിൽ എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല, ശൈഖുനാർക്കും കഴിയില്ല. എന്തേ ഉള്ളൂ, അതൊക്കെ ചില ആളുകൾക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു നടുക്കടലിൽ ഒരു ദ്വീപിൽ, വലത്തു ഭാഗത്തും കടല്, ഇടതു ഭാഗത്തും കടല്, മുമ്പിലും കടല്, പുറകിലും കടല്, വന്ന കപ്പല് തീട്ടു. ആ സമയത്ത് അലറിയടിക്കുന്ന തിരമാലകളുടെ നടുവ് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, ഇനി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി പോവുക? എങ്ങനെയാണ് നമ്മുടെ ഭാര്യയെ തിരിച്ചുപോയി കാണാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ കവളത്തിന് മുത്തം കൊടുക്കാൻ കഴിയുക? താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിന് നമ്മൾ ഇനി എവിടേക്കാ തിരിച്ചു പോകുന്നത്? തിരിച്ചു പോകുന്നവനല്ലേ കപ്പലാവശ്യമുള്ളൂ. നമ്മുടെ പണച്ചടപ്പിലേക്ക് തിരിച്ചു പോകാമെന്നവരല്ലേ നമ്മൾ. ആരാ? മടക്കയാത്ര ആഗ്രഹിച്ചവരല്ലേ കപ്പലാവശ്യമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തിരമാലകളുടെ നടുവിൽ പോയിട്ട് ആ തിരമാലകളുടെ നടുവിൽ ഒറ്റപ്പെട്ട ദ്വീപിൽ വെച്ച് കടന്നു വന്ന വാഹനം കത്തിച്ചു കളയാൻ ലോകത്തേടെങ്കിലും ഒരു മനുഷ്യനെ കെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിഴലിനോട് യുദ്ധം ചെയ്തവനല്ല, അവൻ ഈ നിഴലിനെ പ്രണയിച്ചവനല്ല. ഇനി എവിടേക്കാ പോകേണ്ടതെന്നറിയോ? ഈ കടലിടുക്കിൽ കിടന്ന് മരിച്ചിട്ട് പണച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകണം. അതിനാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോ പറയുന്ന നിഴലിനെ പ്രണയിച്ചവരാണ്. അങ്ങനെ ആവരുത്. ഒരു 4 ഗുണം നമുക്ക് വേണം. അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് വന്നു തീരും. 4